Hi children, how are you? Today we are going to work about basic idea of math, module 9, that means last but one module. I told you before we have 10 modules. ആദ്യത്തെ മൊഡ്യൂൾസിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു 10 modules basic. ഇന്ന് 9th modules ഈവനിങ് ഇൻഷാല്ല 10th modules I will update. അതിനുശേഷം നാളെ മുതൽ ഓരോ ചാപ്റ്റർ വൈസ് ക്ലാസ് 6 മുതൽ 10th വരെയല്ലേ ഏതാ നിങ്ങൾ പറയുന്നത് അത് ഞാൻ അപ്ലോഡ് ചെയ്തു തരാം. ഫേസ് ടു ഫേസ് നമുക്ക് ക്ലാസ് ചെയ്തു തരാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് കോണ്ടാക്ട് മീ. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു ഫ്രാക്ഷൻസ് പാർട്ട് ബൈ ഹോൾ. ഇപ്പം മിക്സഡ് ഫ്രാക്ഷൻ ആണ്, അവിടെയാണ് കൺഫ്യൂഷൻ. ഫ്രാക്ഷൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓൾവേസ് കൺഫ്യൂഷൻ. വി ഡോണ്ട് വാണ്ട് ദാറ്റ് കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാം. ഇവിടെ കണ്ടില്ല, എസ്പെഷ്യലി മിക്സഡ് ഫ്രാക്ഷൻ ആണ് പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്തത്. അത് റിവൈസ് ചെയ്യാം, കുറച്ച് കൂടുതൽ ഐഡിയ പറയാം ഇൻഷാല്ലാ. നൗ 5 1/4 plus 11 half. Mixed fraction means whole number plus proper fraction. ഇവിടെ കണ്ടില്ലേ 5 1/4 5.25 ഇത്. വലിയ ആനക്കാരി ഒന്നല്ല, 5.25 മദർ 5 ചോക്ലേറ്റ്, പിന്നെ ഒരു 4 ചോക്ലേറ്റ്. 5 1/4 we can write 5 chocolate plus 1/4. Do you agree? ശരിയാണ്. 5.25 ചോക്ലേറ്റ് എന്നാൽ 5 ചോക്ലേറ്റ്, ഒരു 4 ചോക്ലേറ്റ്. പിന്നെ 11 1/4 11 1/11.5 11.5 11.5 11 ചോക്ലേറ്റ് പ്ലസ് ഹാഫ് ചോക്ലേറ്റ്. കണ്ടില്ലേ, ഇതാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. ഇപ്പൊ എല്ലാവർക്കും ആഡ് ചെയ്യാം. 5 ചോക്ലേറ്റും 4 ചോക്ലേറ്റും 11 പ്ലസ് ഹാഫ് ചോക്ലേറ്റ്, അത്രയല്ലോ സംഭവം. ഇത് വലിയ കാര്യമൊന്നല്ല. ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന പുറത്ത് വരും. 5.25 11 കൂട്ടിയ എത്ര? അതാണ് ഇപ്പൊ നമ്മുടെ പ്രശ്നമുള്ളത്. ഇതാണ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഹയർ ക്ലാസ്സിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾ PSC ടെസ്റ്റിൽ വരെ ഉണ്ട്, വളരെ ഈസി. പക്ഷെ ടൈം ഫാക്ടർ ഉണ്ടോ മാത്സിന്? ഇപ്പൊ എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് തന്നെ കിട്ടും എനിക്ക് തോന്നുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ whole number 5 is an whole number, 1/4 is a proper fraction. ഭിന്നങ്ങളാണ് സംഭവം. ഭിന്നങ്ങൾ, മിശ്ര ഭിന്നങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മിശ്ര ഭിന്നാണ്. മിശ്ര ഭിന്നം 5.25 മിശ്ര ഭിന്നാണ്. 11.5 മറ്റൊരു മിശ്ര ഭിന്നാണ്. ഈ മിക്സഡ് ഫ്രാക്ഷൻ ഹോൾ നമ്പർ പാട്ടില്ലതാ 5 5.25 5.25 11 ഹാഫും 11.5. ഇത് കൂട്ടിക്കൂടെ? ഇത് കൂട്ടൽ വളരെ ഈസിയാണ്. ഈ മെത്തേഡ് ചെയ്താൽ എവിടെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. മാർക്ക് കിട്ടില്ല എന്നെ ബന്ധപ്പെട്ടാൽ മതി, കാരണം എന്റെ നമ്പർ നിങ്ങളെ അടുത്തൊക്കെ ഉണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് കൂട്ടണം. ലുക്ക്, വി ക്യാൻ ഡു 5 + 11. 5ഉം 11 എത്ര കൂട്ടിയാ എത്ര? 5 + 11 പ്ലസ് അരയും കാലും കൂട്ടുക, 1/2 കാല്. ലുക്ക്, 5ഉം 11, you got it. We can add 5 + 11. 5 + 11 എത്ര വരുന്ന? 5 + 11, that means 16. 5ഉം 11 കൂട്ടിയ 16 അല്ലേ? നിങ്ങൾ വേണ്ട എന്താ സാർ ഇപ്പൊ 2ാം ക്ലാസ്സിൽ വർത്താനം പറയുന്നത്? ലിസൺ, ഇതാണ് ബേസ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് 5ഉം 11 കൂട്ടാ 16. ഇനി ഇവിടുതാ അരിയും കാലും കൂട്ടണം. എത്ര അരിയും കാലും കൂട്ടിയാല്? ലുക്ക്, വി ക്യാൻ സി, ലുക്ക് ഹിയർ, 16. അരിയും കാലും കൂട്ടൽ എത്ര? ആർക്കും അറിയില്ല. അരിയും കാലും കൂട്ടൽ എത്ര? അരിയും കാലും കൂട്ടാ 3/4. ഹാഫ് പ്ലസ് 1/4. 16 plus half plus 1/4. ഇത് 3/4 means 16 3/4 അല്ലേ? 16 3/4. correct? 16 3/4.
ഇതാപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് 16 പ്ലസ് 3/4. നിങ്ങൾ ചിന്തിച്ചു 16 പ്ലസ് 3/4. 16 പ്ലസ് 3/4 എത്ര? ആർക്കും അറിയില്ലേ എത്ര 16 പ്ലസ് 3/4? 16 3/4. അതാണ് ആ മെത്തേഡ്. ആൻസർ നമുക്ക് കിട്ടി. വി ഗോട്ട് ദ ആൻസർ 16 3/4. ശരിയല്ലേ? എന്താ ഇവിടെ ചെയ്തത്? 5.25 11 കൂട്ടുക. അതിനാണ് നമ്മൾ വല്ലാതെ ടെൻഷൻ എടുത്തിട്ട് 5 1/4. This is a mixed fraction. We have to change into improper fraction. മുമ്പ് പഠിച്ചു വെച്ചതാണ്. ഫിഫ്തിലൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് റോങ്. നമുക്ക് ഈസി മെത്തേഡ് ഇത് ചെയ്യാം. അങ്ങനെ ചെയ്താലും സെയിം ആൻസർ കിട്ടും. Here 4 into 5 20 21/4. Then 22 plus 1 23/2. We are doing like that, and we are improper fraction and making the denominator same, that is LCM. ഇവിടെ നമുക്ക് LCM ഒന്നും ആവശ്യമില്ല. ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് മാത്സ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവിടെ വളരെ ഈസി പെട്ടെന്ന് ഞാൻ ടോപ്പിൽ തന്നെ ആൻസർ. ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടി. വാട്ട് ഈസ് ദ ആൻസർ? എന്താ ആൻസർ കിട്ടിയത്? യെസ് 16 3/4. 16.25. അത് കിട്ടി. 16 3/4. യുവർ ആൻസർ ഇസ് കറക്റ്റ്. എക്സാക്ട്ലി. എന്താ നമ്മൾ ചെയ്തത്? 5 plus 11 16. 1/4 plus half 3/4. ആരെയും കാലും കൂട്ടിയ 3/4 16 3/4. Now check the difference. നമ്മൾ മുമ്പ് ചെയ്ത നമ്മൾ ശീലിപ്പിച്ച കാര്യങ്ങളിൽ അതിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണ്? ഇത് ഈസി മെത്തേഡാണ്. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് നിങ്ങൾ ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാം. ഈസി ആയിട്ട് മാത്സ് പഠിക്കും. വളരെ ഈസി ആയിട്ട് മാത്സ്. ഒരു പ്രശ്നമില്ല നമുക്ക്. ഫ്രാക്ഷൻ ആയും ഡെസിമൽ ആയിക്കഴിഞ്ഞാലും പെർസെൻറ്റേജ് ആയി കഴിഞ്ഞാലും പ്രോഫിറ്റ് ലോസ് എല്ലാം സെയിം ആണ്. കണക്റ്റഡ് ആണ്. പെർസെൻറ്റേജ് ഇസ് എ ഫ്രാക്ഷൻ, ഡെസിമൽ ഇസ് എ ഫ്രാക്ഷൻ, എല്ലാം ഫ്രാക്ഷൻ ആണ്. അതൊക്കെ നമുക്ക് ഭംഗിയായി കോർത്ത് അതായത് ഓരോ മുത്തിന്റെ ഓരോ മണികളില്ലേ, അല്ല ഒരു മാല നിങ്ങൾക്ക് അറിയാലോ, അതിലോരോ മണികൾ നമുക്ക് കോർത്ത് മൈൻഡിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓർമ്മാവണം. അത് പഠിക്കണം. ദർ ഇസ് നോ കൺഫ്യൂഷൻ. മാത്സ് വളരെ ഈസിയാണ്. ബുദ്ധിമുട്ടായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മെന്റലായിട്ട് എന്തായി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാം. അതും 10th ഈസിയാണ്, 5 ഈസിയാണ്, 9th ഫിംഗർ മെത്തേഡ് ഉണ്ട്. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോയിലുണ്ട്. 6 7 8 9 8 ടേബിൾ ഒന്ന് പഠിക്കാം. 2 3 4 ആർക്കും അറിയാം. 1 to 5 ആർക്കും കിട്ടും. അത് 10 വരെ പഠിച്ചാൽ മതി. 8 10 80 അത് 8 10 10ന്റെ വരെ. 10ന്റെ പഠിക്കണ്ട. 11 ഒന്നും പോണ്ട. 11 12 13 14 ഒക്കെ പോയി എത്ര വരെ പഠിക്കാം? അതിന്റെ ഒന്നും ആവശ്യം. ഡിയർ ചിൽഡ്രൻ, നിങ്ങൾ ഒന്ന് ചെയ്താൽ മതി. 10 വരെ അല്ല, അത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഈവനിങ് ഞാൻ ലാസ്റ്റ് മൊഡ്യൂള്, ഈ 10 മൊഡ്യൂളിൽ നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിരുന്നു. അതെന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. പേഴ്സണലായി കോണ്ടാക്ട് ചെയ്യുക. ഫീൽ ഫ്രീ ആൻഡ് കോണ്ടാക്ട്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.